നല്ല പാറ്റ ഗുളികയൊക്കെ ഉണ്ടെങ്കിലും വാഷ് ബേസിനിൽ അതേപോലെ സിങ്കിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും. അതേപോലെ അതിനകത്ത് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ, പ്രാണികൾ അതെല്ലാം ഒഴിവാക്കി കിട്ടും. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ സിങ്കിലും വാഷ് ബേസിലും ഓരോന്ന് ഇട്ട് കൊടുക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് കർപ്പൂരം വെച്ചിട്ട് കാണിക്കുന്ന ടിപ്പാണ്. അപ്പോൾ എലിയെയും പല്ലിയെയും പാറ്റയും ഒക്കെ ഒന്നിച്ച് തുരത്താൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണിത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്തൊരു ടിൻ എടുക്കുക. ഇനി നമുക്ക് അതിനകത്തോട്ട് 1 or 2 കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 കർപ്പൂരം എടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എലിക്ക് സൂപ്പർ സാധനമാണിത്. കാരണം അത് കഴിച്ചിട്ട് പോയാൽ അതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും. അതിൻ്റെ വയറൊക്കെ പ്രശ്നമായിട്ട് പിന്നെ എലിയൊന്നും ഈ പരിസരത്തൊന്നും കാണില്ല കേട്ടോ. അതിൻ്റെ പൊത്തിനകത്ത് പോയിരുന്നത് ചത്തോളും. അപ്പോൾ നമുക്ക് ഇതേപോലെ ആദ്യം 2 കർപ്പൂരം പൊടിച്ചെടുക്കാം. ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ കർപ്പൂരത്തിന്. ഇനി നമുക്ക് ഇതിനകത്തോട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പൊടിയാണുള്ളത് അതും ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചന്ദനത്തിരി. അപ്പോൾ ഇതേപോലെ നമുക്ക് ചന്ദനത്തിരി 1 or 2, ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചാണ് എടുക്കുന്നത്. കാരണം നമുക്ക് എലിശല്യമൊന്നും ഇല്ല, എന്നാൽ ഇതിട്ട് നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയതാണ്. കാരണം അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് വളരെ എലിശല്യവും അതേപോലെ പല്ലിപ്പാറ്റയൊക്കെ കുറവുണ്ട്. ഇതേപോലെ ഓരോ ടിപ്പൊക്കെ എടുത്ത് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ചന്ദനത്തിൽ ഫുള്ളായിട്ട് അതിൻ്റെ മരുന്ന് അതിനകത്തോട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എലിയുടെ ശല്യവും പല്ലിപ്പാറ്റയുടെയൊക്കെ ശല്യം അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കരുത്. ഇനി നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഈത്തപ്പഴമാണ് കേട്ടോ. ഈത്തപ്പഴം ഇല്ലെങ്കിൽ നമുക്ക് ശർക്കരയോ തേങ്ങയോ എന്ത് വേണേലും എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ഈത്തപ്പഴമാണ് എടുക്കുന്നത്. കാരണം അതിനകത്ത് ഒട്ടും വെള്ളം ചേരാതെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ ഒരു മാവിൽ നമുക്ക് ഫുള്ളായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈത്തപ്പഴം തന്നെ വേണമെന്നില്ല. നമുക്ക് ഈ ഒരു വിനാഗിരിയിൽ കുഴച്ചെടുത്തതിന് ശേഷം അതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ശർക്കരയോ തേങ്ങയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പം എൻ്റെ കയ്യിലൊരു ഈത്തപ്പഴം ഉള്ളതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കാം. അപ്പോൾ ഈ ഒരു മണം ഭയങ്കരമായിട്ട് അതിന് ഇഷ്ടപ്പെടുവേ. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് വേസ്റ്റ് ആക്കാതെ ഫുള്ളായിട്ട് കഴിച്ചിട്ട് പോകും. അതുപോലെ നമ്മളിത് ഉരുട്ടിയെടുക്കുമ്പോഴത്തേനും കണ്ടോ നല്ല ഒരു സോഫ്റ്റായിട്ട് അത് ഫുള്ള് മാവ് അതിനകത്തോട്ട് ചേർന്ന് കിട്ടും. അതിനകത്തൊട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഈത്തപ്പഴം വേണ്ടത് ഇഷ്ടപ്പെട്ടത് കഴിക്കുകയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഇതേപോലെ ഒറ്റ ബോളാക്കി വെക്കരുത്. കാരണം എലി കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ആക്കിയിട്ടിട്ട് പോകും. നമ്മളത് 4 ആക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ ബോളിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പം ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. സൂപ്പർ ടിപ്പാണ്. കാരണം അതിനകത്ത് കർപ്പൂരമുണ്ട്, അതേപോലെ തന്നെ ചന്ദനത്തിരിയുടെ ആ ഒരു മരുന്ന് ഫുൾ അതിനകത്ത് ചേരുന്നുണ്ട്. പിന്നെ വിനാഗിരി ചേരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം വെച്ച് കൊടുക്കണം. ഈത്തപ്പഴം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ശർക്കരയോ തേങ്ങയോ എന്താണെങ്കിലും മതി. ആ ഒരു മണം അടിച്ചിട്ട് അതും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് പൊത്തിനകത്തൊക്കെ ഓരോന്നും കൊണ്ടിട്ട് കൊടുത്താൽ മതി. അകത്ത് വേണേലും ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്.